അപ്പോൾ കണ്ടൻ്റാണ് മുഖ്യം ബിഗിലെ എന്ന് നമ്മുടെ ചാനൽ മുതലാളിമാരോട് ആരാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്? എന്താണ് അവർക്ക് ഇതുവരെ മനസ്സിലാകാത്തത്? എന്തുകൊണ്ടെന്നാൽ നമ്മൾ തന്നെ ചുറ്റും നോക്കുകയാണെങ്കിൽ ഇക്കൊല്ലത്തെ ഏറ്റവും വലിയ ടോപ്പ് ഗ്രോസർ മലയാള സിനിമയിൽ ലോകയാണ്. നമ്മുടെ എല്ലാവരുടെയും അഭിമാനഭാജനങ്ങളായ ലാലേട്ടനും മമ്മൂക്കയ്ക്കും ഒന്നും കഴിയാത്ത ഒരു നേട്ടമാണ് ലോക എന്ന കൊച്ചു സിനിമ നേടിയെടുത്തത്. അതും ലാലേട്ടൻ്റെ മറ്റു പല പേരുകേട്ട സിനിമകളെയും തകർത്തുകൊണ്ട്. അപ്പോൾ എന്താണ് നമ്മുടെ പോയിൻ്റ്? നമുക്ക് തന്നെ അറിയാം. ലാലേട്ടൻ്റെ തന്നെ എമ്പുരാൻ, തുടരും എന്നീ സിനിമകളൊക്കെ തന്നെ വന്നപ്പോഴും അവയൊക്കെ ജയിച്ചത്, അല്ലെ അവയൊക്കെ മുന്നേറിയത് നല്ല കണ്ടൻ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ്. അതേസമയം ഒരു മലൈക്കോട്ടെ വാലിബനാകട്ടെ, ആറാട്ടാകട്ടെ തുടങ്ങിയ സിനിമകളൊക്കെ പരാജയപ്പെട്ടത് ലാലേട്ടൻ എന്നുള്ളൊരു പ്രതിഭ അവിടെ ഉണ്ടായിട്ടും, ഒരു ബ്രാൻഡ് നെയിം അവിടെ ഉണ്ടായിട്ടും കണ്ടൻ്റ് ഇല്ലെങ്കിൽ മലയാളി അത് ഏറ്റെടുക്കില്ല. അതേ കാര്യം തന്നെയാണ് മമ്മൂക്കയുടെ നൻപകൽ നേരത്തും മയക്കവും, കാതൽ ദി കോറും എല്ലാം മലയാളികൾ നെഞ്ചിലേറ്റിയ പടങ്ങൾ തന്നെയാണ്. എന്നാൽ വൻ കൊട്ടിഘോഷത്തോടെ ആരവത്തോടെത്തിയ ബസൂക്ക പോലൊരു പടം എത്ര ദിവസം തിയേറ്ററിൽ ഓടിയെന്ന് നമുക്ക് തന്നെ അറിയില്ല. OTTയിൽ പോലും കാണാനില്ല. അപ്പോൾ മലയാളി എന്നും നല്ല കണ്ടൻറ്റിനോടൊപ്പമായിരിക്കും എന്ന് വാർത്താമാധ്യമങ്ങൾ മനസ്സിലാക്കുന്നതാണ് നല്ലത്.